الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബലിപെരുന്നാളും അയ്യാമു തശ്രീഖുമെല്ലാം അവസാനിച്ചു. ഹജ്ജും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം അനുസ്മരിക്കുന്ന സംസാരങ്ങളായിരുന്നു നാം നടത്തിയിരുന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതം നാം ധാരാളമായി അയവിറക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടെയും സമർപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉത്തരവ് വന്നോ ആ ഉത്തരവ് അക്ഷരം പ്രതി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുസരിക്കുകയായിരുന്നു. ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ സമർപ്പണത്തിൻ്റെ തീക്ഷ്ണമായ മാതൃകകളാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് വരച്ചു കാണിച്ചു തന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിൽ നിന്നുള്ള വചനം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ തൻ്റെ നാഥൻ നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോഴെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപയോഗിച്ച പദം അസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്നാണ്. നീ സമർപ്പിക്കുക എന്ന് പറയാൻ അല്ലാഹു തആല ഉപയോഗിച്ചത് അസ്ലിം എന്നാണ്. നീ മുസ്ലിമാവുക, നീ സമർപ്പിക്കുക. ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് പ്രവാചകന്മാരിൽ നിന്ന് മാത്രം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജും പെരുന്നാളുമെല്ലാം അവസാനിച്ചപ്പോഴും അതല്ലെങ്കിൽ ഹജ്ജ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആ മഹത്തായ ആരാധനയും പെരുന്നാളാകുന്ന ആഘോഷവും നമ്മെ ഓർമ്മിപ്പിച്ച കാര്യം എന്താണ്? അള്ളാഹുവിനെ ത്യാഗം ചെയ്യുന്നതിൻ്റെയും അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നതിൻ്റെയും പാഠങ്ങളാണ്. അള്ളാഹ്ക്ക് സമർപ്പിക്കുക, ആ സമർപ്പണത്തിൻ്റെ ആഘോഷമായിരുന്നു ബലിപെരുന്നാൾ. ആ സമർപ്പണത്തിൻ്റെ ആരാധനയായിരുന്നു ഹജ്ജ്. അതുകൊണ്ട് ആ സമർപ്പണമാണ് അള്ളാഹു
ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അത് ഹജ്ജ് കാലത്തും ബലിപെരുന്നാൾ കാലത്തും മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന് സമ്പൂർണമായും സമർപ്പിക്കുന്നവനായി വിശ്വാസി മാറണം. കാരണം മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നവൻ എന്നാണ്. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവനെ ത്യാഗം ചെയ്യാനാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അസ്സഫിൽ അള്ളാഹു അറിയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ? അള്ളാഹു ചോദിക്കുകയാണ്. വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഏതാണ് കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങളെ സമർപ്പിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം ചെയ്യുക. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം നയിക്കുക. അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക. ശരീരം കൊണ്ട് മാത്രമല്ല, സമ്പത്ത് കൊണ്ടും. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും ത്യാഗം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തരുന്ന, നമുക്ക് അല്ലാഹു അറിയിച്ചു തരുന്ന ഉന്നതമായ കച്ചവടം എന്ന് പറയുന്നത്. അതിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതിലൂടെ സ്വർഗം നേടിയെടുക്കുക, അതിലൂടെ പാപമോചനം നേടിയെടുക്കുക, സമർപ്പണത്തിലൂടെ പാപമോചനം നേടിയെടുക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ആ സമർപ്പണമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ ആ സമർപ്പണത്തിലൂടെ അല്ലാഹു തആല പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. അല്ലാഹുക്ക് നിങ്ങൾ സമ്പൂർണമായും സമർപ്പിക്കാൻ സന്നദ്ധരായാൽ, അല്ലാഹുവിന്റെ ഉത്തരവുകൾ, അവന്റെ കൽപ്പനകൾ ഇന്നിന്നതാണെന്ന് ബോധ്യമാവുന്ന മുറയ്ക്ക് ആ കൽപ്പനകളെ ശിരസാ വഹിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദൻ, സ്ഥിരമായ സങ്കേതമായ പാർപ്പിടങ്ങളിൽ. വമസാകിന ത്വയ്യിബതൻ, അതുപോലെ തന്നെ വിശിഷ്ടമായ പാർപ്പിടങ്ങളിൽ. ഫീ ജന്നാതി അദൻ, സ്ഥിരമായ തോട്ടങ്ങളാലുള്ള ആ വിശിഷ്ടമായ പാർപ്പിടങ്ങളിൽ, സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രവേശനം നൽകും. ദാലികൽ ഫൗസുൽ അലീം, അതാണ് വലിയ വിജയം, അതാണ് വലിയ വിജയം. ഈ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാഹുവിന് ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുക. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കെതിരായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോ, ജീവിതത്തിൽ നിങ്ങൾക്ക് ആസ്വാദനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ, നമ്മുടെ മുമ്പിൽ വരുമ്പോ, തൽക്കാലത്തേക്ക് ആ ആസ്വാദനം വേണ്ടതില്ല, അള്ളാഹുവിന്റെ വഴിയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയെ തെരഞ്ഞെടുക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. സഹോദരങ്ങളെ, ഈ വചനങ്ങൾ ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് സൂറത്തു സഫിലെ ഈ വചനങ്ങൾ ഇറങ്ങിയത് എന്നാണ് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യു തിജാറാത്തി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കച്ചവടം ഏതാണ്? ഫഅത്തജിറു ഫീഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കച്ചവടം ഇന്നതാണെന്നറിഞ്ഞാൽ ആ കച്ചവടം എനിക്ക് ചെയ്യാനാണ്. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും പൂർണ്ണമായും അല്ലാഹുവിന് സമർപ്പിക്കുക, അല്ലാഹുവിന് ത്യാഗം ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തെ അല്ലാഹുവിന് സമർപ്പിക്കുക. അതാണ് ഏറ്റവും ഉന്നതമായ വിശിഷ്ടമായ കച്ചവടം.
എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന എത്രയോ ഖുർആൻ വചനങ്ങൾ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇവിടെയും ഒരു കച്ചവടത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന, അല്ലാഹു പറയാ, നിശ്ചയം അല്ലാഹു തആല വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും വഅംവാലഹും, അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം പകരം നൽകാമെന്ന വാഗ്ദാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നൽകുക. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും അല്ലാഹുവിനെ സമർപ്പിക്കുക. നിങ്ങളുടെ ഉപജീവനത്തിന് ആവശ്യമായതെടുത്തുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിന്റെ വലിയൊരു വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾ അല്ലാഹുവിനെ സമർപ്പിക്കുക. ബിഅന്ന ലഹുമുൽ ജന്ന, അങ്ങനെ സമർപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ് പകരം നൽകാൻ പോകുന്നത്. അല്ലാഹു തആല വിശ്വാസികളോട് നടത്തിയ വാഗ്ദാനങ്ങളാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വചനങ്ങളെ മറ്റൊരു രീതിയിൽ വിശദീകരിച്ചാൽ നമുക്ക് ഇപ്രകാരം പറയാൻ കഴിയും: സത്യവിശ്വാസികളുടെ ശരീരം, അവരുടെ സമ്പത്ത്, അവരുടെ സമയം, ഇതെല്ലാം തന്നെ അല്ലാഹു തആല സ്വർഗത്തിന് പകരം വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും, അവരുടെ ശരീരം, സമ്പത്ത്, സമയം, അത് അല്ലാഹുവിനെ സമർപ്പിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ആ യഥാർത്ഥ വിശ്വാസി, മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു സമർപ്പിക്കുന്നവൻ എന്നാണ്. ഞാൻ സമർപ്പിക്കുന്നവനാണ് എന്ന പ്രതിജ്ഞയാണ് ഓരോ നമസ്കാരത്തിന്റെയും മുന്നോടിയായി ശാഫിഈ മദ്ഹബിൽ ദുആഉൽ ഇഫ്തിതാഹ്. ഹനഫികളെ സംബന്ധിച്ചിടത്തോളം സനാ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പ്രാർത്ഥനയാണ്. പക്ഷേ സഹോദരങ്ങളെ, അതേ നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നതിനെ സംബന്ധിച്ചാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ ഒരു പ്രതിജ്ഞയുണ്ട്, അല്ലാഹുവോടുള്ള വിശ്വാസികളുടെ പ്രതിജ്ഞ. എന്താണ് ആ പ്രതിജ്ഞ? എന്റെ ജീവിതം മുഴുവൻ പടച്ചവനെ നിനക്കുള്ളതാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അത് ഖുർആൻ വിശ്വാസികളിൽ നിന്നും എടുക്കുന്ന പ്രതിജ്ഞയാണ്. അത് നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ ഏത് പ്രാർത്ഥിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് വിശ്വാസികളിൽ നിന്നും അല്ലാഹു തആല എടുക്കുന്ന പൊതുവായിട്ടുള്ള പ്രതിജ്ഞയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താ പറയുന്നത്? ഖുൽ, നിങ്ങൾ പറയണം, ഇന്ന സ്വലാത്തി വനുസുകി, നിശ്ചയം എന്റെ നമസ്കാരം, എന്റെ ബലി അവിടെ അവസാനിച്ചിട്ടില്ല. വമഹ്യായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം പടച്ചവനെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല, ഇത് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രഥമ മാത്രമേ സമർപ്പിക്കുന്നവരിൽപ്പെട്ടവനാണ്. എന്താണ് എന്റെ സമർപ്പണം? എന്റെ നിസ്കാരവും എന്റെ ബലിയും. ബലി കഴിഞ്ഞു, നമസ്കാരം നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമസ്കാരവും ബലിയും മാത്രമല്ല, വമഹിയായ വമമാതി, എന്റെ ജീവിതം തൊട്ട് എന്റെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും. ഏതെങ്കിലും ഒരാളോട് അങ്ങനെ പറയാനല്ല പറഞ്ഞത്. വിശ്വാസികളുടെ മുഴുവൻ പ്രതിജ്ഞ അതാവണം. അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണം. അള്ളാഹുവിൻ്റെതാണ് ഈ ശരീരം, അള്ളാഹു എനിക്ക് അനുഗ്രഹിച്ചതാണ് ഈ ജീവിതം. അതുകൊണ്ട് അള്ളാഹു എന്നിൽ നിന്ന് എന്തൊക്കെ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നുവോ അപ്പോൾ അത് നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ നിർബന്ധിതനാണ്. കാരണം ഈ ശരീരം എന്റേതല്ല, ഈ ജീവിതം എന്റേതല്ല, ഇത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ആ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, അത് മതമേഖലയാണെങ്കിലും ആത്മീയ മേഖല എന്ന് വിളിക്കപ്പെടുന്ന ആ മേഖലയാണെങ്കിലും, സാമൂഹിക ജീവിതത്തിലാണെങ്കിലും, സാമ്പത്തിക ജീവിതത്തിലാണെങ്കിലും, പൊതുജീവിതത്തിലാണെങ്കിലും, എവിടെയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം, അതാണ് അള്ളാഹുവിനുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ പൂർണ്ണമായും സമർപ്പിക്കുന്നവനാ വിശ്വാസി. എങ്കിൽ അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ ആ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അള്ളാഹുവോടുള്ള എല്ലാറ്റിനുപരിയായിട്ടുള്ള സ്നേഹം. എല്ലാറ്റിനുപരിയായി അവൻ സ്നേഹിക്കുന്ന അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനെയാവണം എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഈ പ്രകൃതിയുടെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. ഈ പ്രകൃതിയിലെ മനുഷ്യേതര ജീവജാലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവയ്ക്ക് ഓരോരുത്തർക്കും ഓരോ യജമാനന്മാരുണ്ടാവും. കാട്ടിലെ ജീവികൾ ഒഴിച്ചു നിർത്തിയാൽ വളർത്തു മൃഗങ്ങൾക്കൊക്കെ അവരെ വളർത്തുന്ന യജമാനന്മാര്, മുതലാളിമാരുണ്ടാവും.
ആ മുതലാളിമാരോട് ആ വളർത്തുമൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ യജമാനൻ ഒരു ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു നായയാണ് വളർത്തുന്നതെന്ന് സങ്കല്പിക്കുക. ഒരു ഒഴുക്കിൽപ്പെട്ടു യജമാനൻ, പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യജമാനന്റെ കൂടെ ആ ഒഴുക്കിലേക്ക് അങ്ങ് നീന്തുകയാണ്, ആ ഒഴുക്കിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ആ നായ തന്റെ ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല, തന്റെ സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ആ ഒഴുക്കിലേക്ക് നായ ചാടുന്ന ഒരു രംഗമുണ്ട്. അതാണ് യജമാനനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതാണ് യജമാനനോടുള്ള കൂറ് എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. വിശുദ്ധ ഖുർആൻ പടക്കുതിരകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറ അൽ ആദിയാത്ത് പടക്കുതിരകളെ സംബന്ധിച്ച് പറയാൻ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. പടക്കുതിരകൾ അവയുടെ യജമാനന്മാരോട് പ്രകടിപ്പിക്കുന്ന നന്ദി, സ്നേഹം. വൽ ആദിയാത്തി ദ്ബഹ, കിതച്ചോടുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, ഉരസി തീപ്പൊരി പാറിക്കുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. യജമാനന്റെ ഉത്തരവ് കൊണ്ട് പടക്കളത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകൾ യജമാനന് വേണ്ടിയാണ് പോരാടുന്നത്. കിതച്ചോടുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, ഉരസി തീപ്പൊരി പാറിക്കുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മുഗൈറാത്തി സുബ്ഹ, അങ്ങനെ യജമാനന്റെ ഉത്തരവ് പാലിച്ചുകൊണ്ട് അതിരാവിലെ ആക്രമണം അഴിച്ചുവിടുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖഅ, അവരുടെ യജമാനന്റെ എതിരാളികളോടുള്ള ആ പോരാട്ടത്തിൽ പൊടിപടലങ്ങൾ ഇളക്കിവിടുന്ന പടക്കുതിരകൾ എല്ലാം യജമാനന് വേണ്ടിയാണ്. ഫവസത്ന ബിഹി ജംഅ, ആ സൈനികരുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് യജമാന്റെ എതിരാളികളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പടക്കുതിരകളെ തന്നെയാണ് സത്യം. ആ പടക്കുതിരകളുടെ നന്ദിയുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷാൽ യജമാനനായ പടച്ചവനോട്? അല്ലാഹു ചോദിക്കുകയാണ്. ആ പടക്കുതിരകൾക്ക് അന്നം നൽകുന്ന, അവരുടെ മുമ്പിൽ അന്നം നൽകുന്നവരായി അവരെ കാണുന്നത് യജമാനനെയാണ്. വെള്ളം നൽകുന്നവരായി കാണുന്നത് യജമാനനെയാണ്. ആ യജമാനന്റെ ഉത്തരവ് പാലിക്കുന്നതിൽ പടക്കുതിരകൾ പാലിക്കുന്ന ഒരു ജാഗ്രതയും സൂക്ഷ്മതയുമുണ്ട്. ആ യജമാനോത്തരവ് പാലിച്ചുകൊണ്ട് അവരുടെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് പടക്കളത്തിൽ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് ചോദിക്കുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയം മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. മനുഷ്യേതര ജീവജാലങ്ങൾ അവയുടെ യജമാനന്മാരാണെന്ന് അവരെ മനസ്സിലാക്കുന്ന, അവയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് അവ പ്രകടിപ്പിക്കുന്ന നന്ദിയുണ്ട്. പക്ഷേ മനുഷ്യ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയം മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ഖുർആൻ പറയാണ്, നന്ദികേട് കാണിക്കുന്നവനാണ്. ജീവജാലങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹം, അത് പരമമായ സ്നേഹമാണ്. അവരെല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നത് അവരുടെ യജമാനനെയാണ്. അവരെ പോലുമല്ല എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നത്. എല്ലാറ്റിനുപരിയായി അവരെയായിരുന്നു സ്നേഹിച്ചിരുന്നെങ്കിൽ യജമാനന് ഒഴുക്കിൽപ്പെടുമ്പോ ആ നായ ഒഴുക്കിലേക്ക് ചാടില്ലായിരുന്നു. ആ നായ ഒഴുക്കിലേക്ക് ചാടിയത് യജമാനപ്രിയം പരമമായത് കൊണ്ടാണ്. ആ പടക്കുതിരകൾ അവരുടെ ജീവിതം അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെ പടക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് യജമാനനോടുള്ള പരമമായ സ്നേഹത്തിന്റെ പേരിലാണ്. മനുഷ്യ, നിന്റെ യഥാർത്ഥത്തിലുള്ള യജമാനൻ ആരാണ്? നിന്റെ നാഥൻ അല്ലാഹു. ആ അല്ലാഹുവോടാവണം നിന്റെ പരമമായ സ്നേഹമെന്ന് ഈ പ്രപഞ്ചം പറയുകയാണ്. ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും പറയാണ്. അത് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാഹുവോട് പരമമായ സ്നേഹം വെച്ചു പുലർത്തുന്നവരാണ്. അല്ലാഹുവോട് പരമമായ സ്നേഹം വെച്ചു പുലർത്തുന്നവനാണ് വിശ്വാസി. കാരണം അവൻ മനസ്സിലാക്കുന്നു, എൻ്റെ യജമാനനാണ് എനിക്ക് അന്നം നൽകുന്നത്, എൻ്റെ റബ്ബാണ് എനിക്ക് വെള്ളം നൽകുന്നത്, എൻ്റെ റബ്ബാണ് എനിക്ക് രോഗം വന്നാൽ ശമനം നൽകുന്നത്, എൻ്റെ റബ്ബാണ് എനിക്ക് വായു നൽകുന്നത്, എൻ്റെ റബ്ബാണ് എനിക്ക് വെളിച്ചം നൽകുന്നത്. എൻ്റെ റബ്ബിൻ്റെതല്ലാത്ത ഒന്നും എൻ്റെ അടുക്കലില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഈ ഹുബ്ബ് വരുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് അല്ലാഹുവിനോടുള്ള ഈ പരമമായ സ്നേഹം വരുന്നത്. സഹോദരങ്ങളെ, ഈ പരമമായ സ്നേഹം അല്ലാഹുവോടുള്ളത് കൊണ്ടാണ് ഇബ്രാഹിം നബി ത്യാഗം ചെയ്തത്. ഇബ്രാഹിം നബി എന്തുകൊണ്ട് ത്യാഗം ചെയ്തു? അതൊരു യുക്തിവാദിക്ക് മനസ്സിലാവൂല, ഒരു സ്വതന്ത്ര ചിന്തകന് മനസ്സിലാവൂല.
അയാൾ അതിനെ എന്തോ ഒന്നായിട്ട് ദുർവ്യാഖ്യാനിക്കും. പക്ഷെ ഇബ്രാഹിം നബി തിരിച്ചറിയുന്നു, പ്രവാചകന്മാരെ തിരിച്ചറിയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇലാഹി ബോധമുള്ള മുഴുവൻ ആളുകളും തിരിച്ചറിയുന്നു, അള്ളാഹുവാണ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവോടുള്ള പരമമായ സ്നേഹം. മക്കളെ സ്നേഹിക്കുന്നുണ്ട്, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ കുടുംബത്തെയും മക്കളെയും എല്ലാം സ്നേഹിച്ചു. പക്ഷേ ഈ കുടുംബത്തെയും മക്കളെയും എല്ലാം ഇബ്രാഹിം നബി സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാറ്റിനെയും എല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ മനഅ ലില്ലാഹി വ അഅത ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നുവോ, ആരല്ലാഹുവിന് വേണ്ടി കോപിക്കുന്നുവോ, ആരല്ലാഹുവിന് വേണ്ടി നൽകുന്നുവോ, ആരല്ലാഹുവിന് വേണ്ടി തടയുന്നുവോ, നിശ്ചയം അയാളുടെ വിശ്വാസമാണ് പൂർണ്ണമായിട്ടുള്ളത്. അയാളുടെ വിശ്വാസമാണ് പൂർണ്ണമായിട്ടുള്ളത്. ഒരാൾ കുടുംബത്തിന്റെ ഇഷ്ടം നോക്കി, കുടുംബത്തിന്റെ എന്തോ താല്പര്യം സംരക്ഷിക്കാൻ, ഭാര്യയുടെ മക്കളുടെ എന്തോ താല്പര്യം സംരക്ഷിക്കാൻ അയാൾ പലിശയുമായി ബന്ധപ്പെടുന്നു. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല. വേറൊരാള് കൂട്ടുകാരന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ ചേർന്നുകൊണ്ട് ആഘോഷ ദിനങ്ങളിൽ മദ്യപിക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല. അള്ളാഹ് ആരെയും വെറുക്കാൻ പറഞ്ഞിട്ടില്ല. കുടുംബത്തെ വെറുക്കാനോ കൂട്ടുകാരെ വെറുക്കാനോ ആരെയും വെറുക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു വിഭാഗത്തെയും അള്ളാഹ് വെറുക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാറ്റിനെയും എല്ലാവരെയും സ്നേഹിക്കാനാ പറഞ്ഞത്. പക്ഷേ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാവണം. സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാകുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുടെ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ അനുഗ്രഹങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ലെന്നാ ഖുർആൻ പറയുന്നത്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഖതറതുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുൽ പ്രവാചകരെ നിങ്ങൾ പറയണം, ഇൻ കാന ആബാഉകും നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ, വഅബ്നാഉകും നിങ്ങളുടെ മക്കളുമാണെങ്കിൽ, വഇഖ്വാനുകും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുകും നിങ്ങളുടെ ഇണകളും, വഅശീറത്തുകും നിങ്ങളുടെ കുടുംബങ്ങളും, വഅംവാലുൻ ഖതറതുമുഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനവും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നിങ്ങൾ നാശം ഭയപ്പെടുന്ന കച്ചവടവും, വമസാകിനു തർദൗനഹാ നിങ്ങൾ തൃപ്തിപ്പെടുന്ന താമസ സൗധങ്ങളുമൊക്കെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ കുടുംബങ്ങളും, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനവും, നിങ്ങൾ നാശം ഭയപ്പെടുന്ന കച്ചവട സ്ഥാപനങ്ങളും, നിങ്ങൾ തൃപ്തിപ്പെടുന്ന താമസ സൗധങ്ങളുമെല്ലാമാണ്. ഇതൊക്കെ ആവശ്യമാണ് വിശ്വാസിക്ക്. പക്ഷേ ഇവയാണ് അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും അവന്റെ ദൂതനെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാന്റെ ശിക്ഷ ഭൂമിയിൽ ഇറങ്ങുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വിശ്വാസി ഇവയോടൊക്കെ ഇടപെടണം. പക്ഷെ ഇതൊക്കെ അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഇവയോട് ഇടപെടുക എന്നതാണ് വിശ്വാസിയുടെ ധർമ്മം എന്ന് പറയുന്നത്. മറിച്ച് ഇവരോടും ഇവയോടും അള്ളാഹിനേക്കാൾ ഒരു സ്നേഹം, അള്ളാഹിനേക്കാൾ ഒരു മഹബത്ത് ഈ ഭൗതികമായ അനുഗ്രഹങ്ങളോടും വിഭവങ്ങളോടും ഒരു മനുഷ്യന് വന്നു ചേർന്നാൽ അയാളെ സംബന്ധിച്ച് വിശ്വാസി എന്ന് പറയുക സാധ്യമല്ല. അയാളെ സംബന്ധിച്ച് പറഞ്ഞ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അങ്ങനെ വന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പന ഭൂമിയിൽ ഇറങ്ങുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മികളായ ആളുകളെ നേർവഴിയിലാക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സമ്പൂർണമായും ജീവിതത്തെ സമർപ്പിക്കുക എന്ന ഒരു ധർമ്മമാണ് വിശ്വാസികൾക്ക് ജീവിതത്തിൽ നിർവഹിക്കാനുള്ളത്. ബി അംവാലിക്കും അൻഫുസിക്കും, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് അള്ളാഹ്ക്കുള്ളതാണ്, ശരീരവും അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ്ക്ക് സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ കയ്യിൽ സമ്പത്ത് കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? അള്ളാഹിന്റെ കയ്യിൽ സമ്പത്ത് കൊടുക്കുക എന്നതല്ലല്ലോ. എന്താണ് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്? അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്യുക, പാവപ്പെട്ട മനുഷ്യ മക്കളെ സഹായിക്കുക,
അവർക്ക് ദാനം ചെയ്യുക. എന്താണ് ദാനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്? ദാനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിർവഹിക്കണം എന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുന്നില്ല എന്നാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യാളന്മാരാവുന്നില്ല, നിങ്ങൾ പുണ്യം പ്രാപിക്കുന്നില്ല. അള്ളാഹു പറയാൻ അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. കാന അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അക്സറുൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖ്ലിൻ. അൻസാറുകളിൽ മദീനയിലെ ഏറ്റവും അധികം ഈത്തപ്പനത്തോപ്പുകൾ ഉണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു അബൂ തൽഹാ റളിയല്ലാഹു അൻഹു. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബിബൈറുഹാ. അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ധനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹാ തോട്ടമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ബൈറുഹാ തോട്ടമായിരുന്നു. ബൈറുഹാ തോട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വകാനത്ത് മുസ്തഖ്ബിലത്തുൽ മസ്ജിദ്, പള്ളിയോട് അഭിമുഖമായി നിൽക്കുന്ന തോട്ടമായിരുന്നു അത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിമ്മാഇൻ ഫീഹാ ത്വയ്യിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ബൈറുഹാ തോട്ടത്തിൽ വന്നുകൊണ്ട് ബൈറുഹാ തോട്ടത്തിലെ വെള്ളം കുടിക്കുമായിരുന്നു, അവിടുത്തെ ശുദ്ധജലം കുടിക്കുമായിരുന്നു. അതിനു മാത്രം അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന് വേണ്ടപ്പെട്ട തോട്ടമായിരുന്നു ബൈറുഹാ തോട്ടം. എന്നാൽ ഖുർആനിലെ വചനമിറങ്ങി ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല. ഇത് കേട്ടതോടുകൂടി ഫഖസ്സമഹാ അബൂ തൽഹാ ഫീ അഖാരിബിഹി വബനി അമ്മിഹി. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബക്കാർക്കും തന്റെ പിതൃവ്യന്റെ പുത്രന്മാർക്കും അതുപോലെ തന്നെ സാധുക്കളായ ആളുകൾക്കും തന്റെ തോട്ടം ബൈറുഹാ തോട്ടം വീതം വെച്ച് നൽകുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ചെലവഴിക്കാനാണ് അല്ലാഹു തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാനാണ്. ആർക്കും വേണ്ടാത്തത്, നമുക്കും വേണ്ടാത്തത് അതാർക്കെങ്കിലും കൊടുക്കുക എന്നതല്ല ഇസ്ലാമിന്റെ ദാനത്തെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് ദാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്ത് പറഞ്ഞതുപോലെ പടച്ചോന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ആളുകൾ, 3 നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവർ, മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്ലേശിക്കുന്നവർ, അവർക്ക് നൽകാൻ നമുക്കായാൽ അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ദാനം എന്ന് പറയുന്നത്. ആരാണ് പുണ്യവാന്മാർ എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അവിടെയെല്ലാം ഈ സവിശേഷത പറയുന്നുണ്ട്. ധനം ആവശ്യമുള്ളതോടൊപ്പം ആവശ്യമുള്ള ധനം, താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനം, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അത് ദാനം ചെയ്യുക. വയത്ഉമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. ആരാണ് പുണ്യം ചെയ്യുന്ന ആളുകൾ? വയത്ഉമൂന ത്വആമ അലാ ഹുബ്ബിഹി. ആളുകൾക്ക് ഭക്ഷണം നൽകും. അവർ ദാനമായിട്ട് അവർ ഭക്ഷണം നൽകും. അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോട് അവർക്ക് പ്രിയമുള്ളതോടൊപ്പം, ആ ഭക്ഷണം അവർക്ക് ആവശ്യമാണ്, ആ ഭക്ഷണത്തോട് അവർക്ക് തന്നെ പ്രിയമാണ്, അവർക്ക് പ്രിയമുള്ള ഭക്ഷണം അവര് മറ്റുള്ളവർക്ക് നൽകും എന്നുള്ളതാണ്. മിസ്കീനം വയതീമം വഅസീറ. അഗതികൾക്ക് നൽകും, അനാഥകൾക്ക് നൽകും, ബന്ദികൾക്ക് നൽകും. നമ്മൾ കാണുന്നില്ലേ ഫലസ്തീനിൽ ബന്ദികളോട്, ഇസ്രായേൽ ബന്ദികളോട് എങ്ങനെയാണ് ഹമാസ് പ്രവർത്തകർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ല. ഹമാസിന്റെ ഭടന്മാർക്കൊന്നും കഴിക്കാൻ ആഹാരമില്ല. പക്ഷേ കഴിക്കാൻ ആഹാരമില്ലെങ്കിലും ബന്ദികൾക്ക് അവർ നൽകുകയാണ്. കാരണം ആ ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് വിശ്വാസികൾ. ആ ഭക്ഷണത്തോട് പ്രിയമുള്ളതോടൊപ്പം ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ്. മിസ്കീനം വയതീമം വഅസീറ. അഗതികൾക്ക്, ബന്ദികൾക്ക്, അനാഥർക്ക്. ഈ വിഷയമൊന്നും നമ്മുടെ മുമ്പിലില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ തന്നെ കഴിയില്ല, ഈ വചനങ്ങളൊന്നും. പക്ഷേ ഇന്ന് നമ്മൾ ഫലസ്തീനിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അങ്ങനെ അവർ നൽകുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അള്ളാന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് നൽകുന്നത്, വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് നന്ദി വാക്കോ പ്രത്യുപകാരമോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ദാനം ചെയ്യുന്നവർ വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്ത് കൊടുക്കുന്നവരാണ് അലാ ഹുബ്ബിഹി, ആ സമ്പത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം. മനുഷ്യർക്കെല്ലാം സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവും,
പക്ഷേ ഇഷ്ടമുള്ളത് കൊടുക്കുന്നവർ, അങ്ങനെ ദാനം ചെയ്യുന്നവർ, ഇതാണ് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്, സമ്പത്ത് കൊണ്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. സമ്പത്ത് കൊണ്ടുള്ള ത്യാഗമാണ്. രണ്ടാമത്തേത് ശരീരം കൊണ്ടുള്ള ത്യാഗമാണ്. ആദ്യം പറഞ്ഞ സമ്പത്ത് കൊണ്ടുള്ള ത്യാഗമാണ്. രണ്ടാമതാണ് ശരീരം കൊണ്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. അള്ളാന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ നീക്കിവെക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ത്യാഗം എന്ന് പറയുന്നത്. വേറെ യുദ്ധമൊന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു യുദ്ധമുഖത്തല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി, തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി ജീവിതത്തിൽ ഒരു വലിയ വിഹിതത്തെ നീക്കിവെക്കുക, ഒരു വലിയ സമയത്തെ നീക്കിവെക്കുക, ഇതാണ് ശരീരം കൊണ്ടുള്ള ധർമ്മസമരം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓർമ്മയിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെങ്ങനെയാണ് നിർവഹിച്ചത് എന്ന് കൃത്യമായി വിശദമായി ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം സ്വന്തം പിതാവിന്റെ അടുക്കലേക്ക് തൗഹീദിന്റെ സന്ദേശവുമായി, അവിടെ നിന്ന് അങ്ങോട്ട് കുടുംബങ്ങളുടെ അടുക്കലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് നാട്ടുകാരുടെ അടുക്കലേക്ക്, ഭരണാധികാരിയുടെ അടുക്കലേക്കും തൗഹീദിന്റെ സന്ദേശവുമായി ഇങ്ങനെ പ്രവഹിക്കുന്ന ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവോടുള്ള പരമമായ സ്നേഹത്തിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റബ്ബിനോടുള്ള പ്രിയത്തിന്റെ പേരിൽ, എല്ലാറ്റിനുപരിയായുള്ള അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇറാഖിൽ നിന്ന് എത്രയോ അകലെയുള്ള മക്കയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തെ കൂട്ടി യാത്ര ചെയ്യുകയും ആ മക്ക മടലാരുണ്യത്തിൽ തൗഹീദിന്റെ ഗേഹം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അതല്ലെങ്കിൽ അതിന്റെ പുനർനിർമ്മാണം നിർവഹിക്കുകയാണ്, കഅബയുടെ പുനർനിർമ്മാണം. ഒക്കെ നിങ്ങൾ തന്റെ ജീവിതത്തെ ഇതിനു വേണ്ടി അങ്ങ് നീക്കിവെക്കുകയാണ്. തൗഹീദിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കുടുംബവും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാ പറയുന്നത്. ആ മാതൃക സമർപ്പണത്തിന്റെ മാതൃകയാണ്. ത്യാഗബോധത്തോടുകൂടി പരിശ്രമിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് ഇബ്രാഹിം നബിയുടെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗബോധത്തോടുകൂടി മുന്നേറുക, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പരിശ്രമിക്കുക, സത്യസാക്ഷ്യ നിർവഹണത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഇബ്രാഹിമിന്റെ മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിക്കുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ടതുപോലെ ധർമ്മസമരം നിർവഹിക്കുക. ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ ദീനിൽ നിങ്ങൾക്ക് അല്ലാഹു ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുക. ഇബ്രാഹിം നബി എവിടെയും സായുധ സമരം നിർവഹിച്ചതായി ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. സായുധമായി ഏതെങ്കിലും സംഘത്തോട് ഇബ്രാഹിം നബി പോരാടിയതായി നമ്മൾ കാണുന്നില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ. ഇബ്രാഹിം നബി സ്വന്തം കുലക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ട്, സ്വന്തം പിതാവിന്റെ കുലക്ഷേത്രത്തിൽ. അങ്ങനെ ഒരു സംഭവം. പക്ഷെ അത് തൻ്റെ കുടുംബക്കാരുടെ, വേറൊരു സമുദായത്തിന്റെ ആരാധനാലയമല്ല, തൻ്റെ കുടുംബക്കാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം. അതുകൊണ്ട് അവിടെ ഒരു വിഭാഗീയതയുടെ പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ആ ചരിത്രം ഒടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇബ്രാഹിം നബി ഏതെങ്കിലും ഒരു വിഭാഗത്തോട് സായുധമായി പോരാടിയതായി നമ്മൾ കാണുന്നില്ല. സായുധ പോരാട്ടം അതിന് ഇസ്ലാമികമായ ന്യായങ്ങളുണ്ട്. പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള ഒരു തലങ്ങളിൽ, അതിൻ്റെതായിട്ടുള്ള നിയമപ്രകാരം ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഒരു ഇസ്ലാമികമായ സാമൂഹിക സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതിലേക്കല്ല നമ്മൾ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, അങ്ങനെ സായുധ സമരം നിർവഹിക്കാത്ത ഒരു പ്രവാചകനായിട്ടുകൂടി ആ പ്രവാചകന്റെ മാർഗത്തിൽ ജിഹാദ് നിർവഹിക്കുക എന്ന ഖുർആൻ പറയുന്നു. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങൾ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നിർവഹിക്കുന്ന ഓരോ പരിശ്രമങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അള്ളാഹു അവന്റെ ദീനിൽ നിങ്ങൾക്കൊരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ്, ആദർശ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നയിക്കുക എന്നാണ് പറയുന്നത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന,
മിൻ ഖബ്ലു വഫീ ഹാദാ, അല്ലാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ, സമർപ്പിതർ എന്ന് നാമകരണം ചെയ്തത്. മിൻ ഖബ്ലു വഫീ ഹാദാ, ഈ വിശുദ്ധ ഖുർആനിലും നേരത്തെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ദൗത്യമുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ച ദൗത്യമാണ്. ആ ദൗത്യം സത്യസാക്ഷ്യമാണ്. ഈ ദീനിന്റെ സാക്ഷ്യം, ഈ ദീനിന്റെ മാതൃകകളായിരുന്നു കൊണ്ട് ഈ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ, തൗഹീദിന്റെ പ്രകാശം ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതാണ് സത്യസാക്ഷ്യം എന്ന് പറയുന്നത്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. ജീവിതം കൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ മാതൃകകളാവുക. ഫഅഖീമുസ്സലാത വആത്തുസ് സകാത വഅതസിമു ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക, സകാത്ത് കൊടുക്കുക, വഅതസിമു ബില്ലാഹ്, അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ യജമാനൻ, അല്ലാഹുവാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. ഉടമസ്ഥനായ റബ്ബിന്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് നമസ്കാരവും സകാത്തും നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യം, സത്യസാക്ഷ്യം നിങ്ങൾ നിർവഹിക്കുക. ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്നുകൊണ്ട് സത്യസാക്ഷ്യവും ധർമ്മസമരവും നിർവഹിക്കുന്നവരായി വിശ്വാസികളെ നിങ്ങൾ മാറണം. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, നിങ്ങളുടെ യജമാനൻ എത്രമാത്രം ഉന്നതനായ പടച്ചവനാണ്, നിങ്ങളുടെ സഹായി എത്രമാത്രം ഉന്നതനായ പടച്ചവനാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിമി ദൗത്യവുമായിട്ട് മുന്നോട്ട് പോവുക. സത്യസാക്ഷ്യ നിർവഹണമാണ് ഇബ്രാഹിമി ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ സത്യസാക്ഷ്യ നിർവഹണവുമായി ഇസ്ലാമിക ഉമ്മത്ത് മുന്നോട്ട് പോകുമ്പോ, ഇബ്രാഹിമി ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ഏതൊരു സംഘത്തെയും ആ കാലഘട്ടത്തിൽ നമ്രൂദുമാർ അവർക്കെതിരെ രംഗത്ത് വരും. ഏതൊരു കാലഘട്ടത്തിന്റെയും സവിശേഷതയാണ്. ഇബ്രാഹിമി ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ അവിടത്തെ നമ്രൂദുമാർ, നവനമ്രൂദുമാരുണ്ടാവും. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും വേഷത്തിലും ഭൂഷയിലുമായി നവനമ്രൂദുമാർ രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇബ്രാഹിമുമാരെ ഇല്ലാതാക്കാൻ വേണ്ടി, ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ അവർ ഏർപ്പെടും എന്നത് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഫാസിസത്തെ, സയണിസത്തെ നമ്മൾ കാണേണ്ടത് നവനമ്രൂദുമാരുടെ കൂട്ടത്തിലാണ്. നവനമ്രൂദുമാർ ഉടലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇബ്രാഹിമിന്റെ സന്തതികളും ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, ആഗെ ഹേ ഔലാദ ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ ക്യാ കിസി കോ ഫിർ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. അഗ്നികുണ്ഡമുണ്ട്, ഇബ്രാഹിമിന്റെ സന്താനങ്ങളുണ്ട്, നമ്രൂദുമാരുണ്ട്. ഇതൊക്കെ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അതുണ്ടാവും. അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാവും, പരീക്ഷണത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ. അതുപോലെ തന്നെ നമ്രൂദുമാർ. എന്നാൽ അറിയണം, അവിടെ ഇബ്രാഹിമിന്റെ സന്തതികളും ഉണ്ടാവും. എന്താ ആരെയെങ്കിലും പരീക്ഷിക്കണമെന്നുണ്ടോ എന്ന് അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിമിന്റെ സന്തതികൾ ആധുനിക കാലഘട്ടത്തിലും ആഗോള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഹമാസ് അടക്കമുള്ള വിമോചന പ്രസ്ഥാനങ്ങളും തീർച്ചയായിട്ടും മൗലാദ ഇബ്രാഹിമിന്റെ സന്തതികളാണ്. വലിയ പരീക്ഷണത്തിന്, വലിയ ത്യാഗത്തിന് അവർ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെയൊന്നും ത്യാഗം അല്ലാഹു പാഴാക്കി കളയുകയില്ല. പരലോകത്ത് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രമല്ല, ഇഹലോകത്ത് തന്നെ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും, അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ഇന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ, നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാളുടെ ത്യാഗത്തെയും അല്ലാഹു പാഴാക്കി കളയുകയില്ല. അല്ലാഹു പറയാൻ, നിങ്ങളുടെ ഒരാളുടെ പ്രവർത്തനത്തെയും അല്ലാഹു പാഴാക്കി കളയുകയില്ല. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം നമ്മൾ ദേശീയ തലത്തിൽ കാണുന്നു, ആഗോളതലത്തിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് ഫലസ്തീനികൾ വലിയ രക്തസാക്ഷിത്വത്തിന് ഇരയാകുമ്പോഴും ഇസ്രയേൽ ഗവൺമെന്റ് അതിരൂക്ഷമായ ഭിന്നിപ്പിലൂടെയാണ്, ഛിദ്രതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആധുനിക വർത്തമാനങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ഇതാ ഇസ്രയേലിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യങ്ങളുമായി അവരിൽ വലിയൊരു വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് അവരുടെ ആവശ്യം? ഹമാസുമായി എന്തെങ്കിലും ഒരു ഡീലുണ്ടാക്കിക്കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഇസ്രയേൽ തെരുവുകൾ പ്രക്ഷുബ്ധമാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹമാസുമായിട്ട് ഡീലുണ്ടാക്കണം, മുന്നോട്ട് പോകാൻ കഴിയില്ല, യുദ്ധം ഞങ്ങൾക്ക് വേണ്ടെന്ന് ഇസ്രയേലിൽ വലിയൊരു ജനവിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു രാജിവെക്കണം, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം.
എന്നെല്ലാമുള്ള ആവശ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ജനഹൃദയങ്ങളിൽ വേരൂന്നിയ ആശയമാണ് ഹമാസ്. അതിനെ തുടച്ചു നീക്കണമെന്ന് കരുതിയവർക്ക് പിഴച്ചെന്ന് ഇസ്രയേലിന്റെ സൈനിക വക്താക്കൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിൽ നിന്ന് അവർക്കില്ലാത്ത ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. സഹോദരങ്ങളെ, ഖുർആൻ പറയാണ്, തീർച്ചയായും ത്യാഗത്തിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ അനുരണനങ്ങൾ, അതിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ ഫലങ്ങൾ ഈ ദുനിയാവിൽ തന്നെ കാണുകയാണ്, കൺമുമ്പിൽ കാണുകയാണ്. ഒരു ത്യാഗത്തെയും അല്ലാഹു പാഴാക്കി കളയുകയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഫലസ്തീൻ. അതിന്റെ വ്യക്തമായ മാതൃകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ജനത അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന സമർപ്പണം തീർച്ചയായിട്ടും അല്ലാഹു അത് കാണുന്നു. റബ്ബ് തആല അവരുടെ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ പൂർണ്ണമായും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവരുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. വലത് കയ്യിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ ഗണത്തിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം ശാശ്വതമായ ഫിർദൗസ് വാസം നൽകി റബ്ബ് തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലുമുള്ള വൃദ്ധജനങ്ങളെയും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, അതുപോലെ കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, കുടുംബങ്ങൾക്കിടയിൽ അല്ലാഹുവേ ഭാര്യ ഭർത്താക്കൾ
ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പരസ്പര സ്നേഹവും അതുപോലെ തന്നെ ഇണക്കവും നീ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.